ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണത്? ഇംപെർഫെക്ഷൻ ഇൻ സോളിഡ്സ്. ഈ ഒരു ടെക്സ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കത് പഠിക്കാനേ തോന്നില്ല. അത്രയ്ക്ക് ഇങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ഇത് ഏറ്റവും രസമായിട്ടാണ് പഠിക്കാൻ പോകുന്നത്, ഏറ്റവും സിമ്പിളായിട്ട്. അപ്പം നിങ്ങളോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, യു ഹാവ് ടു റൈറ്റ് എലോങ് വിത്ത് മീ. എന്നോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട്സ് ജസ്റ്റ് പോയിൻ്റ് വൈസ് ആയിരുന്നു. കാരണം ഞാൻ അത്രയും ഷോർട്ടാക്കിയിട്ട് വെറും പോയിൻറ്റ്സ് മാത്രമാണ് ഈ ലെസൻ്റെ തരുന്നത്. അപ്പോൾ നമ്മൾ പോവുക, എന്താണ് ഇംപെർഫെക്ഷൻസ് അല്ലേ? നമുക്കറിയാം, എന്ത് കാര്യത്തിലും നമ്മൾ ചിലപ്പോൾ പറയും, അയ്യോ അതെനിക്ക് പെർഫെക്റ്റ് ആയില്ല, അല്ലെങ്കിൽ ഞാനത് ചെയ്തത് പെർഫെക്റ്റ് ആയില്ല. അതിനെന്ത് പറയും? ഇംപെർഫെക്ഷൻ അല്ലേ? അല്ലെങ്കിൽ ഞാനൊരു ഇപ്പോൾ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തു, അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇതിങ്ങനെയല്ലായിരുന്നു, ഇതിനെന്തോ ഒരു ഇംപെർഫെക്ഷൻ ഉണ്ട്. അതായത് ഒരു നോർമൽ അറേഞ്ച്മെൻറ്റ്സിന് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ വന്നാൽ നമ്മൾ അതിനെന്ത് പറയും? ഇംപെർഫെക്ഷൻ എന്ന് പറയും അല്ലേ? നമുക്കല്ല, ക്രിസ്റ്റലൈൻ സോളിഡ്സിനും ഇതുപോലത്തെ ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ഞാൻ പറയാം, നമുക്കറിയാം ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ എന്താ സ്പെഷ്യാലിറ്റി? കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ തൊട്ടടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറയുകയാണ്, ഇത് ഒരു സോളിഡാണ്, സോഡിയം ക്ലോറൈഡിൻ്റെ സോളിഡാണ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? അയോണിക് സോളിഡ് അല്ലേ? അയോൺസ് ആണ്. Na+, Cl- അയോണും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രിസ്റ്റൽ ഉണ്ടാവും. ഒരു Na+ ഇവിടെ, ഒരു Cl- ഇവിടെ, ഒരു Na+ ഇവിടെ, ഒരു Cl- ഇവിടെ, ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്റ്റലാണേ. പെട്ടെന്ന് ഇവിടെ Na+നെ കാണുന്നില്ല. എന്തോ ഒരു റിയാക്ഷൻ കഴിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ ഇവിടെ Na+നെ കാണുന്നില്ല. പിന്നെ Cl- വന്നു, Na+ വന്നു, Cl- വന്നു. അപ്പോൾ ഇവിടെ കണ്ടോ, ഒരു കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ഒരു സോളിഡിൻ്റെ ഒരു പോയിന്റിലാണ് എന്ത് വന്നിരിക്കുന്നത്? ഒരു ഡിഫക്റ്റ് വന്നിരിക്കുന്നത് അല്ലേ? പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തില്ല? കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾ. ചിലപ്പം ഡീവിയേഷൻസ് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ സോളിഡ് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം ചിലപ്പം ഒരു ലൈന് തന്നെ കാണത്തില്ല, ഒരു ലൈന് തന്നെ അവിടെ കാണത്തില്ല. അപ്പോൾ വിചാരിക്കും എവിടെ പോയി? ഒരു പോയിൻ്റ് അല്ല, ഒരു ലൈനേ കാണത്തില്ല. അപ്പം ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ഇത് ചിലപ്പം ചില ക്രിസ്റ്റൽസിനെ നമ്മൾ ചൂടാക്കണ സമയത്തോ, ചില ക്രിസ്റ്റൽസിനെ നമ്മൾ ഉണ്ടാക്കണ സമയത്തോ, അല്ലെങ്കിൽ ചില ക്രിസ്റ്റൽസ് വേറൊരാളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴോ എന്തൊക്കെയോ ചെയ്യുമ്പോൾ അവരുടെ ആ സോളിഡ് സ്റ്റേറ്റിന്, ആ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന് ഒരു പെർഫെക്ഷനിൽ നിന്ന് കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ്. അതുതന്നെയാണ് ഇംപെർഫെക്ഷൻസ്. അതായത് ദ ഇറഗുലാരിറ്റീസ് ഇൻ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ ക്രിസ്റ്റൽസ്. ഇറഗുലാരിറ്റീസ് ഇൻ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ ക്രിസ്റ്റൽസ് ആർ നോൺ ആസ് ഡിഫെക്റ്റ്. അത് കണ്ടില്ല, ഒരു ഇറഗുലാരിറ്റി വന്നു അറേഞ്ച്മെൻറ്റ് ഓഫ് ക്രിസ്റ്റൽസ്. ആരും നമ്മൾ ഉണ്ടാക്കിയതാണോ? അല്ല, അതിന് എന്തോ ചെയ്തപ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻ വന്നപ്പം, അല്ലെങ്കിൽ അതിൽ എന്തോ കണ്ടീഷൻ മാറിയപ്പം അവിടെ ഒരു ഡീവിയേഷൻ വന്നു, പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റ്. അതിനെയാണ് എന്ത് പറഞ്ഞത്? ഇംപെർഫെക്ഷൻ എന്ന് പറയണത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഡെഫിനിഷൻ നോക്കാം. എനി ഡീവിയേഷൻ ഫ്രം ദി പെർഫെക്റ്റ്ലി, ഞാൻ പറഞ്ഞു നോട്ട്സ് എൻ്റെ കൂടെ തന്നെ എഴുതിക്കുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് വായിച്ചാൽ നമുക്ക് ബോറടിക്കും. Any deviation from the perfectly ordered arrangement of constituents are known as defects or imperfection. Any deviation from the perfectly ordered arrangement of constituents are known as defects or imperfections. അപ്പം ഇനി നമ്മൾ ഈ ഡിഫക്ട്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഡിഫക്ട്സ് രണ്ട് ടൈപ്പിൽ ഇപ്പം ഞാൻ പറഞ്ഞു. ചിലത് ഒരു പോയിന്റിൽ മാത്രമായിരിക്കും ഡിഫക്റ്റ് കാണിക്കുക, ചിലത് കണ്ട ഒരു ലൈനിൽ കംപ്ലീറ്റ് ആയിട്ട്. സോ ഡിഫക്ട്സ് ഇൻ സോളിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു പോയിന്റ് ഡിഫക്റ്റ് ആൻഡ് ലൈൻ ഡിഫക്റ്റ്. സിമ്പിൾ. അപ്പോൾ എന്തായിരിക്കും പോയിന്റ് ഡിഫക്റ്റ്? ഒരു പോയിന്റിലെ, ഇനി അതൊന്ന് ഡെഫിനിഷനായി പറയുമ്പം, പോയിന്റ് ഡിഫക്ട്സ് ആർ ദ ഇറഗുലർ ഓർ ഡീവിയേഷൻ ഫ്രം ദി ഐഡിയൽ അറേഞ്ച്മെൻറ്റ് അറൗണ്ട് എ പോയിന്റ് ഓർ ആൻ ആറ്റം. പോയിന്റ് അതായത് നമ്മുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൽ വരുന്ന ചെറിയ ഡീവിയേഷനെയാണ് നമ്മൾ എന്ത് പറയാം? പോയിന്റ് ഡിഫക്റ്റ്. അപ്പോൾ ലൈൻ ഡിഫക്റ്റ് എന്താ? ലൈൻ ഡിഫക്റ്റ് ഇസ് ദ ഇറഗുലാരിറ്റി ഇൻ ദ ഡീവിയേഷൻ ഫ്രം ദി ഐഡിയൽ അറേഞ്ച്മെൻറ്റ് ഇൻ എൻറ്റയർ റോ. അതായത് ഒരു റോയിൽ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഡീവിയേഷൻ, അതായത് എൻറ്റയർ റോ ഓഫ് എ ലാറ്റിസ് പോയിന്റ്. ദിസ് ഇസ് നോൺ ആസ് ലൈൻ ഡിഫക്റ്റ്. കണ്ടില്ലേ?
അപ്പോൾ നമുക്ക് തന്നെ ഈസി ആയിട്ട് എഴുതാം, നമ്മുടെ വേർഡ്സിൽ തന്നെ എഴുതാം ഡിഫെക്ട്സ് ഓർ ദി ഇറഗുലാരിറ്റീസ് വിച്ച് ഹാപ്പൻ ഫ്രം ദി ഐഡിയൽ അറേഞ്ച്മെൻറ്റ് അറൗണ്ട് എ പോയിൻറ്റ്, ഇത് എലോങ് എ ലൈൻ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് പോയിൻ്റ് ഡിഫക്റ്റ് മാത്രമാണ്, ലൈൻ ഡിഫക്റ്റ് നമുക്ക് പഠിക്കാനില്ല കേട്ടോ. അപ്പം നമുക്കിനി പോയിൻ്റ് ഡിഫക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്, ടെക്സ്റ്റിലുള്ള പോലെ ആയിരിക്കില്ല. പോയിൻ്റ് ഡിഫക്ട്സ് 3 തരത്തിലുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോന്ന് കേട്ടോ. ഒന്നാണ് സ്റ്റോഷ്യോമെട്രിക്. എന്താണ് സ്റ്റോഷ്യോമെട്രിക് എന്നൊക്കെ അറിയണം അല്ലേ? സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് ഉണ്ട്, നോൺ സ്റ്റോഷ്യോമെട്രിക് ഉണ്ട്. ഇങ്ങനെ തന്നെ എഴുതി വെച്ചോ മക്കളെ, സുഖമാണ് പഠിക്കാൻ. നോൺ സ്റ്റോഷ്യോമെട്രിക് ഉണ്ട് ആൻഡ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. എന്തൊക്കെയാണ്? ദ പോയിൻ്റ് ഡിഫക്ട്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് സ്റ്റോഷ്യോമെട്രി, നോൺ സ്റ്റോഷ്യോമെട്രി ആൻഡ് ഇംപ്യൂരിറ്റി ഡിഫക്ട്സ്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റോഷ്യോമെട്രിക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്റ്റോഷ്യോമെട്രി ഇത് മാത്രമേ ഉള്ളൂ. അല്ല, സ്റ്റോഷ്യോമെട്രി വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പലതായിട്ട്. അപ്പോൾ നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് പറഞ്ഞു വയ്ക്കാം, എന്നാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. സ്റ്റോഷ്യോമെട്രി ഇസ് എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 4 ടൈപ്സ്. വേക്കൻസി ഡിഫക്റ്റ് എന്താണ് നമ്മൾ ആദ്യം പറയുന്നത്? ഒന്ന് വേക്കൻസി ഡിഫക്റ്റ്, ഓരോന്നും ഞാൻ പറഞ്ഞുതരും കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. പിന്നെ എന്താ അടുത്ത് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് കീ ഡിഫക്റ്റ്. ഞാനത് പഠിച്ചത് ഷോർട്ട് കീ തന്നെ, സ്കോട്ട് കീ എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും. ഞാൻ പഠിച്ചത് ഷോർട്ട് കീ ഡിഫക്റ്റ് തന്നെയാണ്, അപ്പം എനിക്കത് പറയാനാണ് എളുപ്പം. ഫ്രെങ്കൽ ഡിഫക്റ്റ് കണ്ടോ, സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റിനെ നമ്മൾ എന്തൊക്കെയായി? വേക്കൻസി ഡിഫക്റ്റ്, ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്, ഷോർട്ട് കീ ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. നോൺ സ്റ്റോഷ്യോമെട്രീനെയും ക്ലാസിഫൈ ചെയ്യുന്നത് എളുപ്പം ആലോചിക്കാൻ. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഭയങ്കര എളുപ്പമല്ലേ ഇത് ആലോചിക്കാൻ അല്ലേ? അപ്പം നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഡിഫക്ട്സ് ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. ഒരു പോയിന്റിലാണെങ്കിൽ ഇത് പോയിന്റ് ഡിഫക്റ്റ്, ലൈനിലാണ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു. പോയിന്റ് ഡിഫക്റ്റിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു, സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഈ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. അപ്പം നമ്മൾ സ്റ്റോഷ്യോമെട്രീനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? വേക്കൻസി ഡിഫക്റ്റ്, ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്, then short key defect, Frenkel defect, then non-stoichiometry, metal excess defect and metal deficiency defect, and then comes impurity defect. ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് പല പല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാവും. അതൊന്നുമില്ല, എൻ്റെ മോൻ്റെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്, അതിൻ്റെ ശബ്ദം കൂടെ നിങ്ങൾ ഇപ്പുറത്ത് കേൾക്കുന്നുണ്ടാവും കേട്ടോ. അവർക്ക് എന്തോ ഓൺലൈൻ തൈക്കൊണ്ടോൻ്റെ ക്ലാസ്സാണ്, അപ്പോൾ എല്ലാവരും ഇപ്പം ഓൺലൈനിലുള്ള ക്ലാസ്, അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഹാ ഹൂ എന്നൊക്കെയുള്ള ഒച്ച കേൾക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് പോയിന്റ് ഡിഫക്റ്റാണ്. സ്റ്റോഷ്യോമെട്രിക് ഉണ്ട്, ഇംപ്യൂരിറ്റി ഒക്കെ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോഷ്യോമെട്രിക്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇനി നമ്മൾ ഓരോ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണേ. അപ്പോൾ ആദ്യം എന്താ സ്റ്റോഷ്യോമെട്രിക് കോമ്പൗണ്ട്സ് എന്നറിയാം. ആദ്യം നമ്മൾ സ്റ്റോഷ്യോമെട്രിക് കോമ്പൗണ്ട്സ് എന്നറിയാം. അതായത് ഇപ്പം ഒരു ക്രിസ്റ്റൽ ഉണ്ട്, അത് ഇപ്പം നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഉള്ള അയണിക് സോളിഡ്സ് ആണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പം ദ കോമ്പൗണ്ടാണ്, അതിൽ നമ്പർ ഓഫ് പോസിറ്റീവ് അയോൺസ് ആൻഡ് ദി നെഗറ്റീവ് അയോൺസ് ആർ എക്സാക്ട്ലി ഇൻ ദ റേഷ്യോ ഇൻഡിക്കേറ്റഡ് ഇൻ ദി ഫോമുല. അതായത് NaCl ക്രിസ്റ്റൽ കേട്ടോ, NaCl ക്രിസ്റ്റൽ ഇവിടെ എത്രയാണ് റേഷ്യോ? ഇവരുടെ സോഡിയം പ്ലസും മൈനസും തമ്മിൽ 1:1 റേഷ്യോ ഉണ്ട് അല്ലേ. അപ്പം 9 സോഡിയം ഉണ്ടെങ്കിൽ 9 എന്തുണ്ടാവും? Cl ഉണ്ടാവും അല്ലേ. 9 സോഡിയത്തിന് 9 Cl ഉണ്ട്, അതാണ് 1:1. അപ്പം ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിലിപ്പം 10 സോഡിയം ഉണ്ടെങ്കിൽ 10 Cl ഉണ്ടാവും. ഇനി 11 സോഡിയം ആണെങ്കിൽ 11 Cl. ആ എന്ത് മാറുന്നില്ല? അവരുടെ കെമിക്കൽ ഫോർമുലയിൽ തന്നിരിക്കുന്ന ആ ഒരു റേഷ്യോ അവരുടെ സോളിഡ് കോമ്പൗണ്ട്സിലും എന്താണ്, ഒരു ഡീവിയേഷനും ഇല്ല. അതായത് ദ കോമ്പൗണ്ട്സ്, അതായത് സ്റ്റോഷ്യോമെട്രിക് കോമ്പൗണ്ട്സ് ദ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ദി നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയൺസ് ആർ എക്സാക്ട്ലി ദ സെയിം, എക്സാക്ട്ലി ഇൻ ദ റേഷ്യോ ഇൻഡിക്കേറ്റഡ് ബൈ ദിയർ കെമിക്കൽ ഫോർമുല. അതായത് കെമിക്കൽ ഫോർമുലയുള്ള അതേ റേഷ്യോയിലായിരിക്കും അവരുടെ ആറ്റംസ് ആ ഒരു കോമ്പൗണ്ടിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്താ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്?
ദ ഡിഫക്റ്റ് വിച്ച് ഡു നോട്ട് ഡിസ്റ്റർബ്. ഈ ഒരു ഡിഫക്റ്റ് കൊണ്ട് ഈ സ്റ്റോഷിയോമെട്രി, അതായത് കോമ്പൗണ്ടിൻ്റെ ആ സ്റ്റോഷിയോമെട്രിയിൽ ഒരു പ്രശ്നവും വരാത്ത രീതിയിലുള്ള ഡിഫക്റ്റിനാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അപ്പോൾ ആ സ്റ്റോഷിയോമെട്രി അവിടെ തന്നെ ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ സ്റ്റോഷിയോമെട്രി എന്താ, അവരുടെ പോസിറ്റീവും നെഗറ്റീവ് അയോൺസും എന്താണോ കെമിക്കൽ ഫോർമുലയിൽ തന്നെ അത്ര തന്നെ അവർ ആ കോമ്പൗണ്ടിലുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞതേ, സോഡിയം ക്ലോറൈഡ് 9 സോഡിയം ക്ലോറൈഡും 9 ക്ലോറിനും, അതിൽ നിന്ന് ഒരു സോഡിയം ഒരു ക്ലോറിനും പോയി. അപ്പോൾ എത്രയായി? 8 സോഡിയം 8 ക്ലോറിൻ. റേഷ്യോ പോയോ? ഇല്ല. പക്ഷേ സാധനം പോയല്ലോ. 9 സോഡിയം 9 ക്ലോറിൻ ഉണ്ടാവേണ്ട സ്ഥാനത്ത് 8 സോഡിയം 8 ക്ലോറിനും വന്ന ഇംപെർഫെക്ഷൻ വന്നില്ലേ? അതുതന്നെയാണ് ഈ പക്ഷെ എന്ത് പറ്റുന്നുണ്ട്? ഇംപെർഫെക്ഷൻ ഉണ്ട്. പക്ഷെ അവരുടെ റേഷ്യോ മാറുന്നുണ്ടോ? ഒരു മാറ്റമില്ല. അവരുടെ സ്റ്റോഷിയോമെട്രിയിൽ എന്തായിരുന്നു പറഞ്ഞത്? 1:1 ആണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞത്. അതുതന്നെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഇപ്പോൾ മനസ്സിലായാലും എന്താണ്? ദ ഡിഫക്റ്റ് വിച്ച് ഡു നോട്ട് ഡിസ്റ്റർബ് ദി സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ഓഫ് ദി ക്രിസ്റ്റൽ ആർ കോൾഡ് ആസ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഇനി അതിലാദ്യം പറയാൻ പോകുന്നത് വേക്കൻസി ഡിഫക്റ്റ്. എന്താ പറയാൻ പോകുന്നത്? വേക്കൻസി ഡിഫക്റ്റ്. അപ്പോൾ ഇതൊന്നുമില്ല. ഇറ്റ് അറൈസസ് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ വെൻ some of the lattice point remains unoccupied during the crystal formation. ക്രിസ്റ്റൽ ഫോം ചെയ്യണ സമയത്ത് അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള എന്ത് കാണും? അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള സൈറ്റ്സ് കാണും. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഒന്നുണ്ടാവും, ചിലപ്പോൾ ഇവിടെ ഒന്നും ഒക്യുപ്പൈ ചെയ്യാതെ ഉണ്ടാവും, പിന്നെ ബാക്കിയൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും, പിന്നെ ഒരു അൺഒക്യുപ്പൈഡ് ആയിട്ട്, അങ്ങനെ അൺഒക്യുപ്പൈഡ്. ദിസ് അറൈസസ് വെൻ സം ഓഫ് ദി ലാറ്റിസ് പോയിൻറ്റ്സ്, ചില ലാറ്റിസ് പോയിൻറ്റ്സ് എന്തെങ്കിലും റിമെയിൻസ് അൺഒക്യുപ്പൈഡ് ഡ്യൂറിങ് ദ ക്രിസ്റ്റൽ ഫോർമേഷൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്. ഇതിൽ ഞാൻ പറയുന്ന ഓരോ പോയിൻറ്റും. വേക്കൻസി ഡിഫക്റ്റ് ഇസ് ഷോൺ ബൈ നോൺ അയണിക് സോളിഡ്സ്. എന്താണ് നോൺ അയണിക് കോമ്പൗണ്ട്? ഈ വി ഇങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കിയാൽ അത് കണ്ട. അപ്പോൾ എന്ന് ആലോചിക്കുക, നോൺ അയണിക് സോളിഡ്സിലാണ് എന്തുണ്ടാവുന്നത്? ഈ പറയുന്ന പോയിന്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഇത് ചോദിക്കുന്നുണ്ട്. വിച്ച് ഡിഫക്റ്റ് ഇസ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് വിച്ച് ഇസ് ഷോൺ ബൈ നോൺ അയണിക് സോളിഡ്സ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെ മനസ്സിൽ വരണം വേക്കൻസി ഡിഫക്ട്സ് ആണെന്നുള്ളത് കേട്ടോ. പിന്നെ നമുക്കറിയാം എന്താണ് ഡെൻസിറ്റി? മാസ് ബൈ വോളിയം ആണല്ലോ അല്ലേ? മാസ് ബൈ വോളിയം. ഇവിടെ ചില പോയിൻറ്റ്സ് മിസ്സാവുക എന്ന് പറഞ്ഞാൽ മാസ് കുറഞ്ഞോ അല്ലേ? മാസ്, അതായത് ചില പോയിൻറ്റ്സ് ആണ്. അപ്പോൾ മാസ് കുറയുമ്പോൾ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി എന്ത് കുറയും? മാസും ഡെൻസിറ്റിയും എന്താണ് ഈക്വലി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ. മാസ് കുറഞ്ഞാൽ ഡെൻസിറ്റി കുറയും. അപ്പോൾ വേക്കൻസി ഡിഫക്റ്റ് എന്ത് കുറയ്ക്കും? ഡെൻസിറ്റി ഓഫ് ദി സോളിഡ് ഡിക്രീസസ്. ഈ പോയിന്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഡെൻസിറ്റി ഓഫ് ദി സോളിഡ് ഡിക്രീസസ് വെൻ ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ചാൽ ഹീറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഡിഫക്റ്റ് കാണുന്നത്. കാര്യം മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക? സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ ദ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആൻസ് ആർ എക്സാക്ട്ലി ദ സെയിം in the ratio indicated by the chemical formula. Stoichiometric defect എന്താ? Stoichiometric defects are those in which the stoichiometry of the compound is not disturbed. അല്ലേ? അതായത് അവരുടെ റേഷ്യോയിലൊന്നും ഒരു ഡിസ്റ്റർബൻസും വരുന്നില്ല. അതിലെ ഫസ്റ്റ് ഡിഫക്റ്റാണ് വേക്കൻസി. വേക്കൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവ് അല്ലേ? നമ്മളെന്താ പറയുക? വേക്കൻസി നമുക്കറിയില്ല. വേക്കൻസി എന്ന് പറഞ്ഞാൽ നമുക്കല്ലേ അവിടെ വേക്കൻ്റ് ആയിട്ടൊരു പോസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയില്ലേ? വേക്കൻസി ചില ജോബിനൊക്കെ പറയില്ലേ? ഒരു വേക്കൻസി ഉണ്ട് അല്ലേ? ബാങ്കിൽ വേക്കൻസി ഉണ്ട്. അപ്പം വേക്കൻസി എന്ന് പറയുന്നത് ഒഴിവ്. അപ്പോൾ ഇതന്നെയാണ്. അതായത് ഇറ്റ് അറൈസസ് വെൻ സം ഓഫ് ദി ലാറ്റിസ് പോയിൻറ്റ്സ് ആണ് നമ്മൾ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ. ലാറ്റിസ് പോയിൻറ്റ്സ് റിമെയിൻ അൺഒക്യുപ്പൈഡ്. ഇവിടെ ആരുമില്ല, ആറ്റംസ് എവിടെയോ പോയി ഒക്യുപ്പൈഡ് ഡ്യൂറിങ് ദ ക്രിസ്റ്റൽ ഫോർമേഷൻ. ഇത് കാണിക്കുന്നത് എവിടെയാണ്? നോൺ അയണിക് സോളിഡ്സിലാണ്. പിന്നെ ഇത് ഡെൻസിറ്റി കുറയ്ക്കും, കാരണം മാസ് കുറയുമ്പോൾ ഡെൻസിറ്റിയും കുറയും. ഇതെപ്പോഴാണ് ഉണ്ടാകുന്നത് വെച്ചാൽ ഹീറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴാണ്. ഇനി നെക്സ്റ്റ് ഡിഫക്റ്റ് ഏതായിരുന്നു? ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇതൊക്കെ പേര് തന്നെ നമുക്ക് എടുപ്പാട്ടോ. ഇൻറ്റർസ്റ്റീഷ്യൽ ഇതും നോൺ അയണിക് തന്നെയാണ് കേട്ടോ. ഇത് നോൺ അയണിക് തന്നെയാണ്. ഇത് കാണിക്കുന്നത് ഇനി അതിനിപ്പോൾ എന്ത് കോടാ പറയുക? ഐ കണ്ടിട്ട് ഇനി അയണിക് ആയിരിക്കണം. ഇറ്റ്സ് ഓൾസോ ഷോൺ ബൈ നോൺ അയണിക് സോളിഡ്സ്. ഇതിലെന്താ വെച്ചാൽ സം ഓഫ് ദി കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ ഇവിടെ ഒക്യുപ്പൈ ചെയ്യേണ്ട കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ കണ്ട ഇവിടെ ഒരു ഗ്യാപ്പിൽ ഇവിടെ കയറി വന്ന് നിൽക്കും. ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഇൻ ദ നോർമൽ പൊസിഷൻ ദേ വിൽ ഒക്യുപ്പൈ ദ ഇൻറ്റർസ്റ്റീഷ്യൽ സൈഡ്. ഈ ഒരു സൈഡിനാണ് എന്ത് പറയുക? ഇൻറ്റർസ്റ്റീഷ്യൽ. നിങ്ങൾക്കറിയാലോ ഇൻറ്റർസ്റ്റീഷ്യൽ വേക്കൻസി. ഇവിടെ പോയി നിൽക്കും. ശരിക്കും നിൽക്കേണ്ട സ്ഥാനം ഇവിടെയാണേ. എന്നിട്ട് അത് എന്ത് ചെയ്യും? ഇതിപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ വേണ്ട, ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ
കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം ഇവിടെ നിൽക്കേണ്ട പാർട്ടിക്കിൾ പോയിട്ട് എവിടെ പോയി നിൽക്കുന്നറിയോ? കാണിച്ചേ, ഇവിടെ കയറി നിൽക്കും. ഇവിടെ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ കയറി നിൽക്കും. It arises when some of the particle occupy the interstitial site other than lattice point. ലാറ്റിസ് പോയിന്റ് നിൽക്കേണ്ടതിന് പകരം ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഇപ്പോൾ ഇതും ഒക്കെ ചെയ്യുന്നത് നോൺ അയണിക് സോളിഡ്സിലാണ്. പിന്നെ ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഡെൻസിറ്റി ഓഫ് ദി ക്രിസ്റ്റൽസ് ഇൻക്രീസ് ചെയ്യും. കാരണം വോളിയം കുറയ്ക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇറ്റ് ഇൻക്രീസസ് ദി ഡെൻസിറ്റി ഓഫ് സോളിഡ്സ്. അപ്പോൾ ഇതാണ് ഇവരെ രണ്ടാളി മെയിനായിട്ടുള്ള രണ്ട് നോൺ അയണിക് സോളിഡ്സിൽ കാണിക്കുന്നത്. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്ന നമ്മുടെ ആൾക്കാരാണ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നും ചോദിക്കും, എന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ചോദിക്കുന്നത് ഷോർട്ട് കീ ഫ്രെങ്കലിൻ്റെ ഡിഫക്റ്റ് എന്താണ്, ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞു. ഷോർട്ട് കീ നല്ല രസമാണ്. ഇത് ഞാൻ പണ്ടേ പഠിച്ചത് ഒരു ഷോർട്ട് ഫോമിലാണ്, അതന്നെ നിങ്ങളും പഠിച്ചോ. ഷോർട്ട് കീ ഡിഫക്ട്സ് ഇത് ഇതൊരു വേക്കൻസി ഡിഫക്റ്റാണ്. ഇറ്റ്സ് ആക്ച്വലി ഒരു വേക്കൻസി ഡിഫക്റ്റാണ്. ഇനി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഒക്കേഴ്സ് ഇൻ അയോണിക് സോളിഡ്സ്. എവിടെയാണ് നിൽക്കുന്നത്? അയോണിക് കോമ്പൗണ്ട്സിലാണ് ഷോർട്ട് കീ. ഇത്രയും നേരം തന്നെ വേക്കൻസിയും ഇൻറ്റർസ്റ്റീഷ്യലും നോൺ അയോണിക് ആണെങ്കിലും ഷോർട്ട് കീയും ഫ്രെങ്കലും അയോണിക്കിലാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വേക്കൻസി. അപ്പോൾ ഇത് അയോണിക് ആയതുകൊണ്ട് നേരത്തെ നമ്മൾ അയോണിക് അല്ലാത്ത സോളിഡ്സിൽ, അപ്പോൾ ഇത് അയോണിക്കിൽ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വേക്കൻസി ഡിഫക്റ്റാണ്. ഇൻ ദിസ് ഡിഫക്റ്റ് ഈക്വൽ നമ്പർ ഓഫ് അയോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ. ഇവിടെ എന്താ നടക്കുന്നത്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരേപോലെ രണ്ടാൾക്കാർ അവിടെ നിന്ന് പോവുകയാണ്. ആരൊക്കെയാണ്? പോസിറ്റീവ്, ഇവിടെ ഒരു നെഗറ്റീവ് വരണം, ഇവിടെ ഒരു പോസിറ്റീവ് വരണം. കണ്ടോ, ഇവിടെ ഒരാളില്ല, ഇവിടെ ഒരാളില്ല, ഒരു പോസിറ്റീവും ഇല്ല, നെഗറ്റീവ്. ഇൻ ദിസ് ഡിഫക്റ്റ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആർ മിസ്സിങ് ഫ്രം ദിയർ ലാറ്റിസ് സൈഡ്. ഇവിടെ ഒരു പോസിറ്റീവ്, ഇവിടെ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ഉണ്ടാവേണ്ടത് രണ്ടാളും മിസ്സായിപ്പോയി, ഈക്വലിയാണ്. അപ്പോൾ സ്റ്റോഷിയോമെട്രിയിൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പം ആദ്യം 8 സോഡിയവും 8 ക്ലോറിനും ആണെന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പം 7 സോഡിയവും 7 ക്ലോറിനും റേഷ്യോ എന്താ? 1:1. അപ്പോൾ സ്റ്റോഷിയോമെട്രിയിൽ വ്യത്യാസം വരുന്നില്ല. സോ ഇൻ ദിസ് ഡിഫക്റ്റ് equal number of cations and anions are missing from the lattice point. ഇവിടുന്ന് ഈക്വൽ നമ്പർ ഓഫ് ലാറ്റിസ് പോയിൻറ്റ്സ് മിസ് ചെയ്യാണ്. പിന്നെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇറ്റ് ഈസ് ഷോൺ ബൈ അയണിക് സോൾഡ്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ അയോണിക് സോളിഡ്സിൽ എല്ലാ അയണിക് സോളിഡ്സും അല്ല, അയണിക് സോളിഡ്സ് ഹാവിങ് സിമിലർ കാറ്റയോണും ആനയോണും. കാറ്റയോണും ആനയോണും എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? സിമിലർ സൈസുള്ള കാറ്റയോണും ആനയോണും ഉള്ള സോളിഡ്സാണ് ഇത് കാണിക്കാം. കാറ്റയോൺ പോസിറ്റീവ്ലി ചാർജ്, ആനയോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലേ. അപ്പം ഈക്വൽ, അപ്പോൾ ഈ ഇത്രയും പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്ത് ചെയ്യും? ഡിക്രീസസ് ദി ഡെൻസിറ്റി. അപ്പം ഇനി ഓരോ പോയിൻ്റായിട്ട് ആലോചിച്ച് നോക്കും. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വേക്കൻസി ഡിഫക്റ്റ്. ഫസ്റ്റ് പോയിന്റ്, ഇത് ഏതിലാണ് നടക്കുന്നത് എന്നല്ലെങ്കിൽ അയണിക് സോളിഡ്സ്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആർ മിസ്സിങ് ഫ്രം ദി ലാറ്റിസ്. മൂന്നാമത്തെ പോയിന്റ്, ദിസ് ഇസ് ഷോൺ ബൈ അയണിക് കോമ്പൗണ്ട്സ് ഹാവിങ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഓഫ് സിമിലർ സൈസ്. ഇറ്റ് ഡിക്രീസസ് ദി ഡെൻസിറ്റി. വെരി സിമ്പിൾ. എക്സാമ്പിൾ ആരൊക്കെ അറിയോ? നമ്മുടെ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സീഷ്യം ക്ലോറൈഡ്. ഒരു മൂന്ന് എക്സാമ്പിളെങ്കിലും പഠിച്ചിരിക്കണം. അടുത്തത് എന്താ? നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഷോർട്ട് കീ പറഞ്ഞ പോലെ തന്നെ ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഇത് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ ഷോൺ ബൈ അയണിക് സോളിഡ്. അപ്പോൾ മനസ്സിലായല്ലോ ഷോർട്ട് കീയും ഫ്രെങ്കലും ആരാ കാണിക്കുന്നത്? അയണിക് സോളിഡ്സ് ആണ്. ഇറ്റ് എറൈസസ്, ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നേരത്തെ നോൺ അയണിക്കിലാണ്, ഇത് അയണിക്കിലാണ്. ഇറ്റ് എറൈസസ് when a cation is dislocated from the normal site to an interstitial site. അതായത് നോർമൽ സൈറ്റിൽ വരേണ്ട സ്ഥാനത്ത്, പക്ഷെ ഇവിടെ പറയണം കാറ്റയോൺ ആട്ടോ. കാറ്റയോൺ എന്ത് ചെയ്തേക്കുമെന്ന് അറിയോ? നോർമൽ പ്ലേസിലായിരുന്നു അത് ഇരിക്കേണ്ടത്. ഇവിടെ ഒരു പ്ലസ്, ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു പ്ലസ്, ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു പ്ലസ്, ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്, പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഈ പോസിറ്റീവ് എവിടെ പോയി നിൽക്കുന്നവരോ? ഇവരെ ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ പോയിട്ട് നിൽക്കും ഈ പോസിറ്റീവായിട്ടുള്ള അയോണ്. അതായത് ഇറ്റ് ക്രിയേറ്റ്സ് എ വേക്കൻസി ഡിഫക്ട്സ്. ഇതൊരു ടൈപ്പ് ഓഫ് വേക്കൻസി ഡിഫക്റ്റ് ആണ്. ഇറ്റ് അറൈസസ് വെൻ എ കാറ്റയോൺ ഇസ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുക, ശരിക്കുള്ള പ്ലേസ് ഒന്ന് മാറുക. ഡിസ്ലൊക്കേറ്റഡ് ഫ്രം ഇറ്റ്സ് നോർമൽ സൈറ്റ് ടു ആൻ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. അപ്പം ഇറ്റ് ക്രിയേറ്റ്സ് എ വേക്കൻസി ഡിഫക്റ്റ് അറ്റ് ഇറ്റ്സ് ഒറിജിനൽ സൈറ്റ് ആൻഡ് ആൻ ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇതൊരു കോമ്പിനേഷനാണ്. വേക്കൻസി ഡിഫക്റ്റും ഉണ്ട്, ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും നടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, ഇതിന് ഈ ഫ്രെങ്കൽ എന്ന് പറയുന്ന പേരാണ് ഡിസ്ലൊക്കേഷൻ എഫക്റ്റ്. എന്താണ്?
ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദി ഡെൻസിറ്റി ഓഫ് ദി സോളിഡ്. ഇത് ഡെൻസിറ്റി ഓഫ് ദി സോളിഡിലൊരു മാറ്റവും വരുത്തില്ല. ഷോൺ ബൈ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു കാറ്റിയോൺസിനും ആനിയോൺസും ഒരേ സൈസാണ്. ഇതിപ്പോൾ ഈ കാറ്റിയോൺ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റിയോണിൻ്റെയും ആനയോണിൻ്റെയും സൈസിൽ നല്ല ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് കാണിക്കുന്നത്. അതായത് ഇറ്റ് ഷോൺ ബൈ കോമ്പൗണ്ട്സ് വിച്ച് ഹാവ് ലാർജ് ഡിഫറൻസ് ഇൻ ദ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. അവരെ കോൺസ്റ്റന്റ് അയൺസ് തമ്മിൽ സൈസിൽ നല്ല ഡിഫറൻസ് ഉള്ളവരാണ് കാണിക്കുക. എക്സാമ്പിൾ സിങ്ക് സൾഫൈഡ്, AgBr, സിൽവർ ബ്രോമൈഡ്. സിൽവറൈഡ്, ഈ സിൽവർ ബ്രോമൈഡ് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഈസ് ഷോയിങ് ബോത്ത് ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കർ ഡിഫക്റ്റ്. ഇവർ ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കാറുണ്ട്, ഫ്രങ്കർ ഡിഫക്റ്റും കാണിക്കാറുണ്ട്. വളരെ സിമ്പിൾ അല്ലേ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്? നിങ്ങൾ പഠിച്ചില്ലേ ഇപ്പം? ഇനി ഞാൻ പറയുന്ന പോയിൻറ്റ്സ് ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യണം. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അറിയോ? അത്ര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എന്തൊക്കെയാണ് നമ്മൾ പോയിന്റ് ഡിഫക്റ്റ് എന്താ, ലൈൻ ഡിഫക്റ്റ് എന്താ പറയുക, പിന്നെ ടൈപ്പ് ഓഫ് സ്റ്റോഷിയോമെട്രിക് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അതിൽ നമ്മളിപ്പോൾ പറയുന്നത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ എന്തൊക്കെയാണ് ഉള്ളത്? വേക്കൻസി ഡിഫക്റ്റ് ഉണ്ട്, ഇൻറ്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ് ഉണ്ട്, ഷോർട്ട് കീ ഡിഫക്റ്റ് ഉണ്ട്, ഫ്രങ്കർ ഡിഫക്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ നോക്കൂ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്താ? ദ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ദ number of the positive and the negative ions are exactly in the ratio indicated by their chemical formula. അങ്ങനെയുള്ളതിനാണ് സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ പറയുക. പിന്നെ ഈ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സിന്, അതായത് സ്റ്റോഷിയോമെട്രിയിൽ ഒരു പ്രോബ്ലം വരാതെ വരുന്ന ഡിഫക്ട്സിനെയാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഫസ്റ്റ് വൺ ആണ് വേക്കൻസി ഡിഫക്റ്റ്. വേക്കൻസി ഡിഫക്റ്റ് എന്താ? ഇറ്റ് അറൈസസ് വെൻ സം ഓഫ് ദി ലാറ്റിസ് പോയിൻറ്റ്സ് റിമെയിൻസ് അൺഒക്യുപ്പൈഡ് ഡ്യൂറിങ് ദ ക്രിസ്റ്റൽ ഫോർമേഷൻ. ക്രിസ്റ്റൽ ഫോർമേഷനിൽ ചിലത് എവിടെ മിസ്സായി പോവുകയാണ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ നോൺ അയണിക് കോമ്പൗണ്ട്സ്. ഇങ്ങനെ തന്നെ എഴുതി വെച്ചു മക്കളെ, ഭയങ്കര സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഡിക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് സോളിഡ്. ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ ഹീറ്റിംഗ്. അടുത്തത് എന്താ നോക്കാം? അടുത്തത് എന്താ? ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് അല്ലേ? ഇറ്റ് അറൈസസ് സം ഓഫ് ദി കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ദ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ് അതർ ദാൻ ദി ലാറ്റിസ് പോയിൻറ്റ്. ഇൻറ്റർസ്റ്റീഷ്യലിൽ കയറിയിരിക്കുകയാണ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ നോൺ അയണിക് കോമ്പൗണ്ട്. ഇറ്റ് ഇൻക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് സോളിഡ്. സിമ്പിൾ. ഇനി ഈ ഷോർട്ട് കീ ഡിഫക്റ്റിന് നിങ്ങൾ ഷോർട്ടേജ് എന്ന് ആലോചിച്ചാൽ മതി. ഷോർട്ടായി പോവുക, രണ്ടാൾക്കാർ ഷോർട്ടായി പോവുകയാണ്. ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? കുറവ്. അപ്പോൾ ഷോർട്ട് കീയും ഫ്രങ്കിലും കൺഫ്യൂഷൻ വരില്ല. ഷോർട്ട് കീ ഷോർട്ടേജ് ആണെന്ന് ആലോചിക്കുക, അതായത് രണ്ടാൾക്കാരെ മിസ്സാവുക. ഷോർട്ട് കീ വരുന്നത് അയണിക് സോളിഡ്സിലാണ്. ഇറ്റ് ഈസ് ആക്ച്വലി എ വേക്കൻസി ഡിഫക്റ്റ് ആണ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ അയണിക് കോമ്പൗണ്ട്സ്. ഇറ്റ് ഈസ് എ ഡിഫക്റ്റ്. ഇൻ ദിസ് ഡിഫക്റ്റ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദി ലാറ്റിസ് പോയിന്റ്. ഇറ്റ് ഈസ് ഷോൺ ബൈ അയണിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് സിമിലർ സൈസ് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺ. ഡിക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്. എന്താ ചെയ്യുന്നത്? ഇത് ഡിക്രീസ് ദ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ആണ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സീഷ്യം ക്ലോറൈഡ്. കണ്ട, ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഈ എൻട്രൻസിന് വരെ ഇത് മതി. അത്രയും സിമ്പിളായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി വരുന്നത് ഏതാ? ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഡിഫക്ട്സ് ഇസ് ഷോൺ ബൈ അയണിക് സോളിഡ്. It arises when a cation is dislocated from its normal site to an interstitial site. It creates a vacancy defect at its original site and an interstitial defect at its new location. ഒരു interstitial ഡിഫക്റ്റും ഉണ്ടാക്കുന്നുണ്ട്, ഒരു വേക്കൻസി ഡിഫക്റ്റും. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. It does not change the density of the solid. It is shown by ionic compounds having large difference in their constituent ions. പിന്നെ ഇവിടെ പറയാനുള്ള ഒരാൾ AgBr ആണ്. AgBr ബോത്ത് ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കൽ ഡിഫക്ട്സ് കാണിക്കാറുണ്ട്. ഫ്രങ്കൽ കാണിക്കുന്നത് സിങ്ക് സൾഫൈഡ്, AgBr സിൽവർ അയഡൈഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നന്നായി പഠിച്ചോ, എന്നിട്ട് നമുക്ക് നമ്മുടെ നോൺ സ്റ്റോഷിയോമെട്രി ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കൂ. പ്രീവിയസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാറില്ല. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ എൻട്രൻസിനാണെങ്കിലും ഇതൊന്ന് റിലേറ്റ് ചെയ്ത് കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ സോ ബി തെറോ വിത്ത് ദിസ് ടോപ്പിക്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുമ്പോൾ തന്നെ ആ പോയിൻറ്റ്സ് അങ്ങ് നോട്ട് ചെയ്ത് വെച്ച് ഇറ്റ് ഇസ് സോ ഈസി. നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതൊന്ന് എഴുതി കഴിഞ്ഞിട്ട് ആ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇറ്റ് ഇസ് സോ സിമ്പിൾ ടു ലേൺ. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കാൻ. മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടോളൂ. ഓക്കെ, താങ്ക് യു.